വീണ്ടും ഒരു റാഗിങ്ങിന്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തിരുവനന്തപുരം കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ റാഗിംഗ്. ബയോടെക്നോളജി ഒന്നാം വർഷ വിദ്യാർത്ഥി ബിൻസ് ജോസ് സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ പരാതി നൽകി. ഞാനും എൻ്റെ കൂട്ടുകാരൻ അഭിഷേകും കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ സീനിയർ പയ്യന്മാർ നമ്മളെ തടഞ്ഞു നിർത്തി അടിക്കുമായിരുന്നു. അടിയുടെ ഇടയ്ക്ക് അഭിഷേകാണെങ്കിൽ ഇവിടെ ഓഫീസ് റൂമിലോട്ട് ഓടിപ്പോയി. അപ്പോൾ ഞാൻ അവിടെ ഒറ്റയ്ക്കായി പോയി. അപ്പോൾ എന്നെ അവർ കുറേ അടിച്ച്. അത് കഴിഞ്ഞിട്ട് ഒരു വേലു എന്ന് പറഞ്ഞ ഒരാൾ എന്നെ യൂണിറ്റ് റൂമിൽ കൊണ്ട് നിർത്തിയിട്ട് എന്നെ മുട്ടുകുത്തിയിരുത്തിയിരുന്നു. അത് കഴിഞ്ഞിട്ട് മറ്റേ ക്രിക്കറ്റിൻ്റെ സ്റ്റമ്പൊക്കെ പിടിച്ച് വെച്ചിട്ട് എന്നെ അടിക്കുമെന്നാണ് പറഞ്ഞത്. ഇരുന്നില്ലെങ്കിൽ അടിക്കുമെന്ന് പറഞ്ഞ് എന്നിട്ട് ഒരു അടി തന്നു, കവലത്തെ ഒരു അടി തന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം ചോദിച്ചു, തൊണ്ടവൻ്റെ വെള്ളം ചോദിച്ചപ്പോൾ എല്ലാവരും പുറത്തിറങ്ങിയിട്ട് വെള്ളം ഒരു ചേട്ടൻ ഇങ്ങനെ പാവല്ലേ കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു കുപ്പി വെള്ളം കൊണ്ട് തന്ന്. അങ്ങനെ അത് വേലു എന്ന് പറഞ്ഞാൽ പകുതി കളഞ്ഞിട്ട് വായ തുപ്പി വായിക്കത്തെടുത്ത് തുപ്പിക്കിട്ട് ലാസ്റ്റ് വന്നത് വായ കൊണ്ട് എടുത്തിട്ട് തുപ്പി ഇട്ടാണ് എനിക്ക് കുടിക്കാൻ തന്നത്. ഞാനാണെങ്കിൽ കുടിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പകുതി കുടിച്ചിട്ട് തുപ്പാൻ വേണ്ടി വന്നപ്പോൾ തുപ്പിയ അടിക്കുമെന്ന് പറഞ്ഞു, തലയടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞ്. എന്നിട്ടാണെങ്കിൽ ഞാൻ കുടിച്ചത്. എന്നിട്ട് എന്നെ അവിടെ ഇരുത്തിയിരുന്ന് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് വിട്ടത്. ഇനി പരാതിയായിട്ട് വരല്ലേ, എന്നിട്ട് യൂണിറ്റ് റൂമിൽ നടന്നതെന്ന് പുറത്ത് പറയല്ലേ. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ അഭിഷേക് എന്നെ അടിച്ചെന്ന് പരാതി കൊടുക്കാൻ പറഞ്ഞ്. ഞാൻ പറഞ്ഞത് പറ്റൂല എന്ന് പറഞ്ഞ്. അപ്പോൾ എന്നെ ഞാൻ അഭിഷേക് എന്നെ അടിച്ചെന്ന് പറഞ്ഞ് ഫോൺ വീഡിയോ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ പറയില്ല എന്ന് പറഞ്ഞ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വിനയ രാജുണ്ട്. വിനയ, വീണ്ടും ഒരു റാഗിങ്ങിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എപ്പോഴാണ് ഈ ഒരു സംഭവം നടന്നതും ഈ ഒരു റാഗിങ് നടന്നതായ ഒരു സ്ഥിരീകരണം വരുന്നതുമെല്ലാം എപ്പോഴാണ്? മറ്റ് വിശദാംശങ്ങൾ, ഈ വിദ്യാർത്ഥികൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികളിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ടോ മുതലായ വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? അതില്ല, ഫെബ്രുവരി 11-ാം തീയതിയാണ് കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടന്നത്. അന്ന് ഈ സീനിയർ വിദ്യാർത്ഥികളും ജൂനിയർ വിദ്യാർത്ഥികളും തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് 1-ാം വർഷ വിദ്യാർത്ഥിയായിട്ടുള്ള ബിൻസ് ജോസ് ആണ്. ഈ ബിൻസ് ജോസും കൂടാതെ കൂട്ടുകാരനുമായിട്ടുള്ള അഭിഷേകും ബാഡ്മിന്റന് വേണ്ടി ഈ ബാഡ്മിന്റൺ സെലക്ഷനിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ടീച്ചറുടെ നിർദ്ദേശപ്രകാരം ഗ്രൗണ്ടിലേക്ക് പോകുന്ന വഴിയാണ് സീനിയർ വിദ്യാർത്ഥികൾ വന്നിട്ടുണ്ടായിരുന്നത്. സംഭവ സ്ഥലത്ത് ഈ അഭിഷേകിനെ തിരഞ്ഞുകൊണ്ടായിരുന്നു ആദ്യം സീനിയേഴ്സ് എത്തിയിട്ടുണ്ടായിരുന്നത്. ആ സമയത്താണ് അഭിഷേക് ടീച്ചർമാരുടെ മുറിയിലേക്ക് അല്ലെങ്കിൽ ടീച്ചർമാരുടെ അടുത്തേക്ക് ഓടിപ്പോയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ആ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന 1-ാം വർഷ ബയോടെക്നോളജി 1-ാം വർഷ വിദ്യാർത്ഥിയായിട്ടുള്ള ബിൻസ് ജോസിനെ ഈ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിക്കുകയായിരുന്നു. തിരുവനന്തപുരം കാര്യവട്ടം ഗവൺമെന്റ് കോളേജിലാണ് ഈ കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടന്നിട്ടുണ്ടായിരുന്നത്. തുടർന്ന് SFIന്റെ യൂണിറ്റ് റൂമിലേക്ക് ഈ വിദ്യാർത്ഥിയെ ബിൻസ് ജോസിനെ കൊണ്ടുപോയ സീനിയർ വിദ്യാർത്ഥികൾ അവിടെ വെച്ച് തലയ്ക്കും മറ്റും മർദ്ദിക്കുകയായിരുന്നു എന്നടക്കം ഇപ്പോൾ ഈ വിദ്യാർത്ഥി വ്യക്തമാക്കുന്നുണ്ട്. തുടർന്ന് കുടിവെള്ളം ചോദിച്ചപ്പോൾ ഈ റാഗിങ്ങിലെ പ്രതികളായിട്ടുള്ള 7 വിദ്യാർത്ഥികളിൽ ഒരാളായിട്ടുള്ള വേലു എന്ന് പറയുന്ന 3-ാം വർഷ വിദ്യാർത്ഥി, 3-ാം വർഷ ബിരുദ വിദ്യാർത്ഥി തുപ്പിക്കൊണ്ടാണ് വെള്ളം നൽകിയത് എന്നടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. തുടർന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കോളേജിൽ പരാതിപ്പെടുകയായിരുന്നു. അതിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ആന്റി റാഗിംഗ് കമ്മിറ്റി അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ അന്വേഷണത്തിലാണ് CCTV ദൃശ്യങ്ങളും മറ്റും പരിശോധിച്ച ശേഷം റാഗിംഗ് നടത്തിയതായി ഈ ആന്റി റാഗിംഗ് കമ്മിറ്റി സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നത്. സംഭവത്തിൽ 3-ാം വർഷ ബിരുദ വിദ്യാർത്ഥികളായിട്ടുള്ള 7 പേർക്കെതിരെയാണ് ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. സീനിയർ വിദ്യാർത്ഥികളായിട്ടുള്ള വേലു, പ്രിൻസ്, അനന്തൻ, പാർത്ഥൻ, അലൻ, ശ്രാവൺ, സൽമാൻ എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ആദ്യം ഈ വിദ്യാർത്ഥിയുടെ പരാതിയിൽ കോളേജ് പ്രിൻസിപ്പളാണ് ഈ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നത്. അത് കണ്ടെത്തിയ ശേഷമാണ് ഈ റാഗിംഗ് നടത്തി എന്നത് കണ്ടെത്തിയ ശേഷമാണ് പിന്നീട് കഴക്കൂട്ടം പോലീസിന് പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. കഴക്കൂട്ടം പോലീസ് ഇപ്പോൾ ഈ 7 സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. ബയോടെക്നോളജി കാര്യവട്ടം ഗവൺമെന്റ് കോളേജിലെ ബയോടെക്നോളജി 1-ാം വർഷ വിദ്യാർത്ഥിയായിട്ടുള്ള ബിൻസ് ജോസിന്റെ പരാതിയിലാണ് ഇപ്പോൾ കഴക്കൂട്ടം പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. ഇനി ഇവർക്കെതിരെ ഈ 7 വിദ്യാർത്ഥികൾക്കെതിരെ റാഗിംഗ് വകുപ്പുകളടക്കം ചുമത്തിക്കൊണ്ട് കേസെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുല്യ.